അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇപ്പൊ ഇല്ല. അതെന്താ എഴുതിയേക്കുന്നത്? നോ, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല. ഇല്ല. ഓക്കെ. ഇതെന്താ വികാസ് എഴുതിയത്? മകൾ, അതെങ്ങനെ ദുഃഖമാവുന്നത്? ഷെറിലിന്റെ ഒരു മോളുണ്ട്. ഉണ്ട്, പക്ഷെ അവളെ ഓർത്തിട്ട് അങ്ങനെയുള്ള ഒരു വിഷമം എനിക്കില്ല. കാരണം അവളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയുടെയും എൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പിയും സന്തോഷമാണ് എൻ്റെ മോൾക്ക് അവിടെ. അപ്പൊ അതുകൊണ്ട് അവളെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു വേവലാതി ഇല്ല. കാരണം ഞാൻ എപ്പോഴും അവിടെയും ഇവിടെയും ആയിട്ടാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇവിടെ ആയിട്ട് ഒതുങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് അവിടെ വിഷമമാണ്. കാരണം ഞാൻ ഇപ്പൊ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കൊണ്ടാക്കി, ഇപ്പൊ എക്സാം നടക്കുന്നു, പിന്നെ നെക്സ്റ്റ് ഇനിയിപ്പോ ഒരു 3 months കഴിയുമ്പോൾ ഞാൻ വീണ്ടും പോകും. അപ്പൊ അവളുടെ കൂടെ കുറച്ച് ദിവസം വെക്കേഷൻ ആകുമ്പോ ഇങ്ങോട്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വിഷമമില്ല. വികാസ് സ്വന്തം മോളെ പോലെ തന്നെ അവളെയും കാണാൻ. എന്താ മോളുടെ പേര്? മോളെ പേര് വൈക. എത്രയായി? മോളെ ഇപ്പൊ 5ൽ പഠിക്കുന്നു. ഓക്കെ. അപ്പൊ മോള് അവിടെ കൊല്ലത്താണോ? അല്ലല്ല, ഒമാനില. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവിടെ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനും അവിടെ ആയിരുന്നു. അപ്പൊ ആഫ്റ്റർ കല്യാണ ശേഷമാണ് ഇവിടെ. ഇപ്പൊ ഈ 1 year മാത്രമേ ഉള്ളൂ ഞാൻ പോകാതിരുന്നത്. ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ അതാണ് പോയതും അവിടെ കൂടെ ആയിരുന്നു. മോള് എന്റെ കൂടെ ആയിരുന്നു ഇവിടെ. 2 months ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ ഓപ്പൺ ആയപ്പോഴാണ് കുഞ്ഞങ്ങോട്ട് പോയത്. ഇനിയിപ്പൊ ഞാൻ ഇനിയും ഒരു ഓണം കഴിഞ്ഞ് 3 months കഴിയുമ്പോൾ പോകും. കാരണം അവൾക്ക് വരാൻ പറ്റത്തില്ല, അവർക്ക് ആർക്കും. അവൾക്ക് എക്സാം നടക്കുന്നുണ്ട്. പിന്നെ ഇവളുടെ ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് അവളുടെ അച്ഛന്റെ കൂടെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീടും പുതിയതല്ലേ, നമുക്ക് അടച്ചിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ 5ാം തീയതി എത്തിയതേ ഉള്ളൂ. അത് ശരി. ഇപ്പൊ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഇത് ടാലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ ഒരു ഇത്. അതെത്രയായാലും ഇതും കുഞ്ഞു മോളല്ലേ, താമരനെ കൊണ്ടുള്ള യാത്ര അത് പറയുന്നത് തൊട്ടടുത്തല്ലല്ലോ, ഇത്രയും ദൂരം പോവാന്ന് പറയുന്നത് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ. എന്തായാലും നമ്മള് അതുകൊണ്ട് നമ്മൾ പനിഷ്മെന്റ് തരുന്നില്ല. വൈകക്കുട്ടിക്ക് വേണ്ടി, വൈകക്കുട്ടിയുടെ കാര്യം ആയതുകൊണ്ട് അമ്മയും സേഫായി അച്ഛനും സേഫായി, അവിടെ നമ്മൾ പനിഷ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. വികാസിന്റെ സ്വഭാവത്തിൽ ഒരു തിരുത്തൽ വേണമെന്ന് ഷെറിൽ എപ്പോൾ ആവശ്യപ്പെടാറുള്ള ഒരു കാര്യം അതെന്താണ്? കുടുംബ പ്രശ്നമാണല്ലോ. മനുഷ്യൻ നിങ്ങൾക്കൊന്ന് നന്നായി കൂടെ, വികാസ് ഒന്ന് ചേഞ്ച് ആവൂ. എന്താണ് വികാസ്? നിങ്ങൾ എഴുതിക്കോ, സത്യം എഴുതൂ. ഷെറിൽ സത്യം എഴുതുകയാണ്. എനിക്ക് എന്റെ സ്വഭാവത്തിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്താ പറയില്ല. വികാസ്, നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ? എങ്ങനെയാ ഷെറിൽ വിളിക്കണേ വികാസിനെ? വികാസ്. അപ്പൊ വികാസ്, നിങ്ങൾക്ക് ഇതൊന്നും മാറ്റിക്കൂടി? ഇത് എന്താ ഇങ്ങനെ അല്ല എപ്പോഴും ക്ലീൻ ചെയ്തോണ്ടിരിക്കുക? എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഹാബിറ്റ് ഉണ്ടാവും, നമ്മൾ ചിലപ്പോ പറയില്ലേ, എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, എന്നോട് പറയണ്ട, എഴുതിയാൽ മതി. ഷെറിൽ ഉത്തരം എഴുതി കഴിഞ്ഞു. വികാസ് വീണ്ടും തോൽവി ഏറ്റി വാങ്ങുകയാണ്, ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. സാരമില്ല മോനെ, നമുക്ക് പനിഷ്മെന്റ് ചെയ്യാം, നമുക്ക് പനിഷ്മെന്റ് എടുക്കാം. ഏറ്റെടുക്കുകയാണ്. ഓക്കെ. ഷെറിൽ എന്താണ് നോക്കട്ടെ? ഫാമിലി പ്രോബ്ലംസ് നോ ഷെയർ വിത്ത് അതേഴ്സ്. എനിക്ക് അത് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെ എന്ത് പ്രശ്നമാണേലും അത് നമ്മളിൽ തന്നെ നിർത്തണം. പുറത്ത് അത് പറഞ്ഞ് പിന്നെ അതിനെ വേറൊരാളെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ പോരും. ചെറിയ കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞങ്ങ് തീർക്കുക. അതാണ് എന്റെ ഒരു പോളിസി. ഞാൻ അങ്ങനെയാണ്. അത് മാത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെ ആകണമെന്ന്. അങ്ങനെയാണോ അല്ലയോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം. ഓക്കെ. ആണോ? എന്തെങ്കിലും പറയാനുണ്ട്, പറയൂ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കേട്ടിട്ട് എന്ത് തോന്നി? അല്ല, ഇത് ഐ മീൻ ഓരോ ഇതല്ലേ ഫാമിലി. എന്താ പറഞ്ഞോ വികാസ്? എന്തെങ്കിലും പറയണ്ടേ? പറഞ്ഞോ. ഇല്ല. ഓക്കെ. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? ഗുഡ് കമന്റ്സ്. പറഞ്ഞോ. ഗുഡ് കമന്റ് എന്താണ്? ഫാമിലി പ്രോബ്ലംസ് നോട്ട് ഷെയർ വിത്ത് അതേഴ്സ്. അങ്ങനെയല്ല. പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും വലിയ വലിയ പ്രോബ്ലങ്ങൾ ആവണമെന്നില്ല. നമ്മുടെ വീട്ടിലത്തെ എന്ത് കാര്യവും ഇപ്പൊ നമ്മളെല്ലാരും കാണുമ്പോൾ നമ്മള് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ നടക്കില്ല. ഇതൊക്കെ ചില ആൾക്കാർ വള്ളി പുള്ളി വിടാണ്ട് മറ്റുള്ളവരുടെ അടുത്ത് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ എത്ര വലിയ ഇത് ഡിസാസ്റ്റർ വന്നാൽ പോലും മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യില്ല. നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങൾ മറ്റുള്ള അങ്ങനത്തെ 2 കൂട്ടവും ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതാണ് അപ്പൊ അത് പറഞ്ഞത്. നമ്മള് നല്ലത് പറഞ്ഞാലും അത് കേട്ടിട്ട് ഉടനെ അങ്ങോട്ടും അത് വേണ്ടാതെ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ ആയിരിക്കും ഇനി ചേട്ടൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും വീണ്ടും തോൽവി ഏറ്റുവാങ്ങാനായി വികാസ് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അടുത്തത് എന്തെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വേറൊരു പനിഷ്മെന്റ് ആണ്. പാട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ആക്ടിംഗ് സെഗ്മെന്റ് ആണ്.
ആക്ടിങ് സെഗ്മെന്റിൽ ഡയലോഗ്സ് നമ്മൾ പറഞ്ഞു തരും, അതനുസരിച്ചിട്ട് ഇവിടെ ആക്ട് ചെയ്ത് കാണിക്കും. ഇരുന്നുകൊണ്ട് തന്നെ ആക്ട് ചെയ്താൽ മതി. അപ്പൊ ഷെറിലിന്റെ അടുത്ത് നോക്കിയിട്ട് പറയാ, നീ എന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടണ്ട, എനിക്കറിയാം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ആണോ? എന്ത് ചില്ലായിട്ടാ പറയണത്? ഞങ്ങൾക്ക് കിട്ടിയ ടാസ്ക് ഭയങ്കര എല്ലാം വളരെയധികം ഇതായിട്ട് നിൽക്കുന്നതാണ് അല്ലേ? ഡയലോഗ് പറയൂ, ഞാൻ മുട്ടി നിൽക്കാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് നീ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നീ നിന്റെ ജോലി ചെയ്യാൻ, എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ. ചിരിക്കൊന്നും ചെയ്യരുത്, നമ്മൾ നടനാവണം. ഓക്കെ, നടനായിക്കൊണ്ട് ആക്ടിങ് സെഗ്മെന്റാ ചെയ്തോ. ചിരിക്കരുത്. വികാസിലെ അഭിനേതാവിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നടനെ കണ്ടപ്പോ എനിക്ക് ചിരി വരികയാണ്. ഞാൻ ഇപ്പൊ ഈ പണിഷ്മെന്റ് എടുക്കുമ്പോ പറയാൻ, ഞാൻ അഭിനയിക്കില്ല, ഞാൻ ജീവിക്കും. നീ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഞാനേ ഉള്ളു, നിനക്ക് പണിഷ്മെന്റ് ഇല്ല. റെസ്പോണ്ട് ചെയ്തോ, കുഴപ്പമില്ല. വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, ആ റെസ്പോണ്ട് ചിലപ്പോ നിങ്ങൾക്ക് ട്രെൻഡിങ് ആയി പോകും. അതാ വേണ്ട, വികാസ് പറഞ്ഞാ മതി. നീ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട, എനിക്കറിയാം എന്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പർലി ചെയ്യാൻ. മനസ്സിലായ? നീ ചെക്ക് ചെയ്യണ്ട, നീ നിന്റെ ജോലി ചെയ്താൽ മതി, എനിക്കറിയാം എന്റെ കാര്യം നോക്കാം. അങ്ങനെയാണ്. നീ ചെക്ക് ചെയ്യണ്ട, എനിക്കറിയാം എന്റെ കാര്യങ്ങൾ നോക്കാൻ. മനസ്സിലായോ? പോയി, എല്ലാം സ്പ്ലിറ്റ് ആയി പോയി. ഒന്നും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പറ. ഇങ്ങനെ നീ എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, അല്ലെങ്കിൽ എന്റെ ഇതിനെ നീ ചെക്ക് ചെയ്യാൻ വരണ്ട, നീ നിന്റെ കാര്യം നോക്കൂ, ഞാൻ എന്റെ കാര്യം നോക്കൂ. അങ്ങനെ ഒരുമിച്ചൊന്ന് പറഞ്ഞാൽ മതി. റെഡി? എന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ നീ വരണ്ട, എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. മനസ്സിലായോ? ഓക്കെ, ശരി. എന്തൊരു ഗൗരവമാണെന്ന് നോക്കിക്കേ. നടനാവാൻ പറഞ്ഞപ്പോ എന്ത് ഇഷ്ടം നോക്കിയേ. ഇത് നടനായില്ല, റിയൽ ലൈഫിലെ വികാസാണ് അത്ര. റിയൽ ലൈഫിലെ വികാസ് എങ്ങനെയാണോ? അല്ല, ചോദിക്കട്ടെ ഷെറിൽ, പൊതുവെ വികാസ് ദേഷ്യപ്പെടുന്ന ടൈപ്പ് ആണോ, അതോ മുൻഷണ്ടിക്കാരനാണോ, അതോ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഉണ്ടോ? ദേഷ്യമൊക്കെ ഉണ്ടാവും, അത് ഈ വർക്കിന്റെ ആ ഒരു അല്ല, ചിലർക്ക് ഇപ്പൊ മുൻഷുണ്ടി അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ എല്ലാത്തിനും തൊടുന്നതിനും പിടിക്കുന്നതിനും അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ശരി. ഇതേപോലത്തെ ഒരു വീടും കൂടെ വികാസിന് എവിടെയെങ്കിലും കൂടെ വെക്കണമെന്ന് താല്പര്യമുണ്ടോ? ഒരുപാട് യാത്ര ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും അല്ലേ? എന്ത് ഭംഗിയുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തും കൂടെ, ഈ ഒരു സ്ഥലത്ത് എനിക്കൊരു കുഞ്ഞു വീട് വെക്കണം, അല്ലെങ്കിൽ വലിയ വീട്, ഒരു വീട് വെക്കണം എന്ന് നമ്മൾ ചിലവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കും. അങ്ങനത്തെ ഒരു ആഗ്രഹം വികാസിന് എപ്പോഴെങ്കിലും? ഏത് സ്ഥലത്താണ്? ഗുരുവായൂർ. ആണോ? ഞങ്ങൾ രണ്ടുപേരും ഒന്നേ പറയും, ഗുരുവായൂർ. ആണോ? ഇതൊക്കെ ചോദിച്ചുകൂടായിരുന്നോ? ആണോ അല്ലേ? അപ്പൊ അന്ന് എന്തായിരുന്നു, ഗുരുവായൂർ തന്നെ വീട് വെച്ചൂടെ? ഗുരുവായൂർ കൃഷ്ണൻ സഹായിച്ചാൽ ഗുരുവായൂർ വെക്കും ഞാൻ ഉടനെ തന്നെ. മരിക്കും മുമ്പ് അതൊന്നും വേണ്ട, നമുക്ക് ഉടനെ തന്നെ ഗുരുവായൂരപ്പന്റെ തൊട്ടടുത്ത് ആ മണ്ണില് ഒരു വീട് വെക്കാൻ അനുഗ്രഹിക്കട്ടെ ദൈവം. ആ ഒരു ഇതായിട്ടും ഉണ്ടാവട്ടെ. പക്ഷെ അത് നമുക്ക് എത്രയും പെട്ടെന്ന് വേണം. അതിനെന്താ ചെയ്യാ? ബൈറ്റ് ഹോംസ് ഫോറിൽ പോയാൽ മാത്രം മതി. യെസ്, ബൈറ്റ് ഹോംസ് ഫോറിൽ പോയാലേ. ഇപ്പം എനിക്കറിയാം, ഇതൊരു വലിയൊരു മാളികയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് നാളത്തെ സമ്പാദ്യമാണ് അത് ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഉടനെ തന്നെ വീടെന്ന് പറഞ്ഞൊരു സ്വപ്നം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് ബൈറ്റ് ഹോംസ് ഫോർ. പകുതി പൈസ മാത്രം നമ്മൾ കയ്യിൽ കരുതിയാൽ മതി. പകുതി പൈസ വെച്ച് നമുക്ക് വീട് പണി തുടങ്ങാം. ബാക്കിയുള്ള പകുതി പൈസ 50 തവണകളായിട്ട് 50 മാസങ്ങളായിട്ട് നമ്മൾ അടച്ചാൽ മതി. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ നമുക്ക് പ്ലാനും കാര്യങ്ങളെല്ലാം അവർ ഫ്രീ ആയിട്ട് തരും. പിന്നെ സൈറ്റിലത്തെ കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ഈ ആപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പം എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരിട്ട് എപ്പോഴും സൈറ്റിൽ പോവുക, ഡെയിലി പോയി വിസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അതാത് നിമിഷം നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇനി ഗുരുവായൂർ ഒരു വീട് വെക്കുമ്പോൾ ബൈറ്റ് ഹോംസ് ഫോർ. ഓക്കെ, അപ്പൊ ഉടനെ ബൈറ്റ് ഹോംസിൽ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇത് ജെന്യൂൻ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഗുരുവായൂർ അപ്പൊ ഉടനെ വീട് വെക്കാൻ ഞാൻ പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും ഒരു ഹോം ടൂറുമായി പാലുകാച്ചലിന് പോകേണ്ട ഒരു വിശേഷമായി. ആ പാലുകാച്ചലിന് രമ്യ അവിടെ എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടും. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വികാസിന് ഒരു അസൗകര്യം വരുന്ന പക്ഷം ഒരു പ്രൊഫഷണൽ വെഡിങ്ങിന് റിഫർ ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേര്. വികാസിന് ചില ദിവസങ്ങളൊക്കെ ഒരുപാട് തിരക്കുകൾ വരും, ചിലപ്പോൾ കമ്മിറ്റഡ് ആയിരിക്കും. പക്ഷെ അന്നേരം തന്നെ അവർക്ക് ആ മറ്റേ സൈഡിൽ കല്യാണം അന്നേരം നടത്തണമല്ലോ. വികാസിന് പോകാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും റെഫർ ചെയ്യുന്ന അടുത്തൊരാളുടെ പേര് എഴുതിയാൽ മതി. എഴുതിയോ? നോക്കട്ടെ. വികാസിന്റെ ആൻസർ ടോണി. ഓ എന്റെ അമ്മേ, ടോണി യു സേവ് മീ. ഫൈനലി ഒരു ആൻസർ ആണ്. മണപ്പുറത്തെ റൗണ്ടിൽ രണ്ടുപേരും റെഡി ആയി. എനിക്ക് അവസാന നിമിഷം മിസ് ആയിരിക്കുകയാണ്. ഈ ടോണി വികാസിന്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണോ? നിങ്ങൾ തമ്മിലുള്ള
ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ റെഫർ ചെയ്യുന്ന ടോണി. ടോണിനെയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്നാ ഇറൈസ് ചെയ്തോ പെട്ടെന്ന് പെട്ടെന്ന്. ടോണിക്ക് ഒരു ഹാപ്പി ആവും. ശരിക്കും ഈ പോർഷൻ ടോണിക്ക് അയച്ചു കൊടുക്കാം. വികാസ് അണിയിച്ചൊരുക്കിയിട്ടുള്ള കല്യാണ ബ്രൈഡുകളിൽ ഷെറിനെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരുടെ മേക്കപ്പ് കണ്ടിട്ടാണ്? അതിപ്പോ പറഞ്ഞാൽ ആർട്ടിസ്റ്റ് ആണോ അതോ ഏതായാലും കുഴപ്പമില്ല. ബ്രൈഡ് ആർട്ടിസ്റ്റ് ആവണമെന്നൊന്നുമില്ല. ബ്രൈഡ് അത് ആർട്ടിസ്റ്റ് സെലിബ്രിറ്റി ആയിക്കോട്ടെ, സാധാരണ ഇതായിക്കോട്ടെ. എഴുതി കഴിഞ്ഞു, നോക്കട്ടെ. അതും കറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. എവിടെയാണ് ഈ ദുർഗ? ദുർഗ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. ആണോ? ആക്ച്വലി അതൊരു ആർട്ടിസ്റ്റ് ആണ്, ദുർഗ കൃഷ്ണ. ആ ദുർഗയാണോ? ഓക്കെ ഓക്കെ, ശരി, ഇറൈസ് ചെയ്തോ. ഇന്ന് സോഷ്യൽ മീഡിയയിലും മലയാളികൾക്കും ഏറെ സുപരിചിതയായ രണ്ടുപേരാണ് വികാസ് വിക്കേസും ഭാര്യ ഷെറിനും. സ്വന്തം ഭാര്യയെ വരെ വിവാഹത്തിന് അണിയിച്ചൊരുക്കിക്കൊണ്ടാണ് വികാസ് ശ്രദ്ധ നേടുന്നത്. മാത്രമല്ല പഞ്ചരത്നങ്ങളെ ഒരുക്കിയതും വികാസാണ്. ഒരു സമയത്തിന് ശേഷം സിനിമാ നടിമാരുടെയും നടന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും അങ്ങനെ വേണ്ട സിനിമാ സീരിയൽ രംഗത്തെ എല്ലാ ഫംഗ്ഷൻസിനും വികാസ് വിക്കേസ് എന്നൊരു പേര് കേൾക്കാൻ തുടങ്ങി. ഏറ്റവും മാറ്റ് ഫിനിഷുള്ള മേക്കപ്പ് 35 ലക്ഷം രൂപയുടെ മേക്കപ്പ് ബോക്സ് തന്റെ കയ്യിലുണ്ട് എന്ന് വികാസ് ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട്. വികാസിന്റെ വിവാഹവും ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരല്ല, ആദ്യം ഒരാള്, 1 by 1. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അങ്ങോട്ട് കൊടുക്കാം. മനസ്സ് തുറന്നു ഉണ്ടോ ചോദിക്കാം. ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മില്, ഞാൻ ഇതിനകത്ത് ഈ പിക്ചറിൽ ഞാനില്ല. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും പല കാര്യങ്ങൾക്കും ഞാൻ എൻ്റെത് മാത്രം ശരിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല, ദർ ഷുഡ് ബി എല്ലാ വ്യൂ പോയിന്റ്സും നോക്കണം എന്ന് എനിക്കറിയാം. അപ്പം പറയാം, കമന്റ് ചെയ്യാൻ തിരിച്ച് സംസാരിച്ചോളൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, കഴിഞ്ഞോ? ഇത് ശരിയല്ല രമ്യ. അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇന്ന് വീട്ടിൽ വന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. വെള്ളം കുടിപ്പിച്ചോ? ഓ, ഇതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നീ എനിക്ക് തന്നെ ഏറ്റവും വിളവെടുപ്പുള്ള അതടുത്തുണ്ട്. രണ്ടും വേണം. അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ? ഞാൻ അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല. ഇനി അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പരസ്യമായിട്ട് ക്ഷമ ചോദിക്കും. അങ്ങനെ ക്ഷമയൊന്നുമല്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ല, ഞാൻ കാര്യകാരണങ്ങളില്ലാതെ ഒരാളെ വിഷമിക്കാൻ ശ്രമിക്കത്തില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയും. ഞാൻ അങ്ങനത്തെ ആളാണ്, ഞാൻ ഒളിച്ചു വെച്ച് പെരുമാറാറില്ല. ഓക്കെ, അതിപ്പോ തന്നെ നമുക്ക് ആ റൗണ്ടിൽ നിന്ന് അറിയാം. വളരെ ജെനുവൻ ആയിട്ട്, വളരെ ഇതായിട്ടാണ് എല്ലാം. ഓക്കെ, ഇനി അടുത്തത് വികാസിന്റെ അടുത്തത്. ഷെറിന്റെ തന്നെ രണ്ടാമത്തെ പറഞ്ഞു. നീ എനിക്ക് തന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം അത് എന്ന് വെച്ചാൽ ഞാൻ വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? ആ ഗിഫ്റ്റിനെ നിങ്ങൾ എനിക്ക് തന്നു, നീ എനിക്ക് തന്നു. അത് ഇപ്പൊ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറയുമ്പം നാരായണി തന്നെ. അതിൽ വലിയ വിലപിടിപ്പുള്ളതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇനി എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അവള് തന്നെയാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. വെരി ട്രൂ. ഓക്കെ, ഇനി വികാസിന്റെ. താങ്ക്സ് ഫോർ ദാറ്റ്. എന്നിൽ നിനക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും സോറി പറയും. കറക്റ്റ് ആണോ? എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അന്നേരം എന്നോട് ഒരു 5 മിനിറ്റിനകം സോറി പറയാറുണ്ട്. അങ്ങനെ കൂട്ടുകൂടും. ഞാനാണ് അന്നേരം ഇച്ചിരി മസിൽ പിടിക്കാറുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, അത് വലിയൊരു ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും സോറി പറയാൻ വളരെയധികം ഈഗോ ഉള്ള മനുഷ്യരാണല്ലോ നമ്മുടെ ഇപ്പോൾ ഇവിടെ. ആ ഒരു ഈഗോയിസ്റ്റിക് ഇതിൽ ആരും പറയില്ല. ചിലർക്ക് അറിയാം എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാലും ഈഗോ കാരണം അത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു മനസ്സാണ് കേട്ടോ വികാസ്. തിരിച്ചും അങ്ങനെയാണ്, ഷെറിലും സോറി ആണ്. പക്ഷെ എപ്പോഴും നമ്മൾ ഒരിക്കലും ഒരു കൈ കൊണ്ട് അടിച്ച സൗണ്ട് വരില്ല. നമ്മൾ 2 കൈ കൊണ്ട് തന്നെ അടിക്കണം സൗണ്ട് വരാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി. ബിക്കോസ് ഇതിപ്പോ എന്റെ 2ാമത്തെ ജീവിതമാണ്. അപ്പൊ ആദ്യത്തെ ജീവിതം എനിക്ക് പാഠപുസ്തകമായിരുന്നു. അപ്പൊ നമ്മൾ ആ പാഠപുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാന്ന് നമ്മൾ പഠിച്ചു. അല്ലാതെ അവിടെ അതിന്റെ ഒരു റിപ്പീറ്റ് കോപ്പി പേസ്റ്റ് അല്ലല്ലോ നമുക്കിവിടെ വേണ്ടത്. അപ്പൊ അതെനിക്ക് പൂർണ്ണ ബോധ്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും
തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ തെറ്റ് ചിലപ്പോൾ നമ്മൾ ഓരോ നിമിഷം നമ്മൾ തന്നെ ചിലപ്പോൾ ഈ നേരത്തെ ഷെറിൽ പറയുന്നത് ഞാൻ വർക്കിൽ ടെൻസ്ഡ് ആയിരിക്കും, വേറെ പല ടെൻഷനിലും ആയിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ എടുത്ത് എന്തെങ്കിലും പറയും, പക്ഷെ ആ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, സോ ഞാനത് അപ്പം തന്നെ ഞാൻ സോറി പറയും, അത് ഞാൻ ഡിലേ ആക്കത്തില്ല. വികാസിന്റെയും ഭാര്യയുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. വികാസിന്റെ ഭാര്യ ഷെറിന്റെ വിവാഹശേഷമുള്ള വിശേഷങ്ങളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വികാസ് വിക്കേസിന്റെയും രണ്ടാം വിവാഹമായിരുന്നു, ഷെറിന്റെയും രണ്ടാം വിവാഹമായിരുന്നു. ആദ്യ വിവാഹത്തിൽ ഷെറിന് ഒരു മകളുണ്ട്. ഈ മകളെയും ഷെറിൻ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. കുറച്ചുനാൾ ഷെറിന്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഷെറിന്റെ ആദ്യത്തെ മകൾ കഴിയുന്നത്. വെക്കേഷൻ സമയത്തെല്ലാം മകളെ ഒപ്പം കൂട്ടാറുണ്ടെന്നും മകളെയും തനിക്കൊപ്പം തന്നെയാണ് നോക്കുന്നതെന്നും ഷെറിൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഷെറിന്റെ മകളെക്കുറിച്ച് വികാസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയായി മാറുന്നത്. എല്ലാ അച്ഛന്മാരും ഇങ്ങനെ തന്നെയാണ്, അച്ഛന്മാരുടെ മാത്രം ഒരു ട്രേഡ് മാർക്കിലേക്ക് കൊണ്ടുവരും. എന്തായിരുന്നു എന്റെ പാട്ട്? അച്ഛന്റെ താമര പെണ്ണല്ലേ. പെണ്ണല്ലേ, അതെങ്ങനെ പാടുന്നേ? അച്ഛന്റെ താമര പെണ്ണല്ലേ, സുന്ദരി താമര പെണ്ണല്ലേ, താമര പൂവിന്റെ കണ്ണല്ലേ, പൊന്നും കുടത്തിന്റെ മുത്തല്ലേ. അപ്പൊ മുത്ത് കൊടുക്കാം. അപ്പത്തേക്ക് മോൾ ഉറങ്ങും. നമുക്ക് ആ പാട്ട് അറിയാം. ആണോ? ഞാൻ ഫോണിൽ കൂടെ ഒക്കെ പാടുമ്പോ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ നോക്കും. നാരായണക്കിളി പെണ്ണല്ലേ, നാരായണക്കിളി പെണ്ണല്ലേ. ഓക്കെ. എന്തെങ്കിലും എന്താ മോളപ്പൊ എന്നും ഉറങ്ങുന്നത് ഷെറിലിന്റെ, അല്ലെങ്കിൽ മോള് പെട്ടെന്ന് ഉറങ്ങുന്നത് ഷെറിലിന്റെ പാട്ട് കേട്ടിട്ടാണോ അച്ഛന്റെ പാട്ട് കേട്ടിട്ടാണോ? പാടി കേട്ടിട്ടേ ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വാ നമ്മുടെ പഴയ പാട്ട് അത് പാടിയിട്ടാണ് ഓർക്കാറുള്ളത്. ഓക്കെ.